നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ഒരു ക്യൂബാണ് 4x4 ക്യൂബിൻ്റെ സോൾവ് മെത്തേഡ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ലക്ഷത്തോളം വ്യൂസ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ ഒരു വ്യൂസ് വന്നതും അതിൻ്റെ വാച്ച് ലിസ്റ്റൊക്കെ വന്നതും ഈ ഒരു 4x4 ക്യൂബ് സോൾവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തത് 3x3 ക്യൂബിൻ്റെ ഒരു വീഡിയോസാണ്. പക്ഷേ അധിക പേരും അത് കുറച്ച് ആൾക്കാരോ കണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 3x3 ക്യൂബിൻ്റെ പലതരത്തിലുള്ള സോൾവും രീതികളും ഉണ്ട്. സാധാരണ നമ്മൾ ഈ മത്സരങ്ങളിലൊക്കെ കാണുന്നത് ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നതാണ്. അത്തരം സോൾവ് ഡീറ്റെയിൽസ് ഞാൻ അപ്ലോഡ് ചെയ്തു വരുന്നുണ്ട്. അതിൽ കുറേ അൽഗോരിതംസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതല്ലാതെ നമ്മൾ നോർമലായിട്ടുള്ള മെത്തേഡ്, അതിനായിട്ട് ഒരു മിനിറ്റോളം നമുക്ക് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട് ആ നോർമൽ മെത്തേഡ് പഠിക്കുമ്പോൾ. അതായത് പതുക്കെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. പതുക്കെ എന്നല്ല, നമ്മൾ അത് ശീലിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡാക്കാം. അപ്പോൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യൂബുകളാണ് ഞാനിന്നിവിടെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള കുറച്ച് ക്യൂബ്സുകൾ മാത്രമാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇതിലും വെറൈറ്റി ക്യൂബ്സ് അവൈലബിൾ ആണ്. നമ്മളെ ഈ 3x3 ക്യൂബിൻ്റെ ഇക്വേഷൻ അറിയെങ്കിൽ, ഇക്വേഷൻ അല്ല, ആ മെത്തേഡ് അറിയെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യൂബുകളാണ്. അപ്പോൾ 3x3ൻ്റെ സെയിം മീൻസ് ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ വരുന്നതാണ് ഇത്. ഇതിൽ കളേഴ്സ് മാത്രം ഒന്ന് ജസ്റ്റ്, അതായത് ഈ കളേഴ്സിൻ്റെ നടുവിലൊരു ബ്ലാക്ക് ഷീറ്റ്സ് വരുന്നുണ്ട്. 3x3 തന്നെയാണ് പക്ക കളർ. അതാ ഔട്ടറിൽ, നമ്മൾ ഓരോന്നിൻ്റെ ഔട്ടറിൽ അതിൻ്റെ കളേഴ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ആണ്. കാർബൺ ഫൈബർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ കളേഴ്സ് ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കണ്ണിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ കളേഴ്സ് ഒന്ന് മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്യൂബ് ഇതാണ്. അതിനുശേഷം സെയിം ജെല്ലി ക്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ജെല്ലി ക്യൂബ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ആ കളേഴ്സ് ഒന്ന് ഭയങ്കര ലൈറ്റ് ആക്കിയിട്ട് ഒരു ജെല്ലി, അതായത് നമുക്ക് ഉള്ളിലേക്ക് കാണാവുകയും ചെയ്യും, പ്രത്യേകിച്ച് ഫുള്ളായിട്ട് കാണൂല, എന്നാൽ ഒരു സോഫ്റ്റ്, നമുക്കൊരു സോഫ്റ്റി, അതായത് ഉള്ള ഒരു ജെല്ലി മോഡൽ ഒരു ലുക്ക് വരുന്നതായിരുന്ന ഒരു മെത്തേഡിലാണ്. സെയിം മെത്തേഡാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആ ഒരു കളേഴ്സ് കോമ്പിനേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അടുത്തൊരു ക്യൂബാണ്. ഓക്കെ. പിന്നെ അതേപോലെ ആ സീരീസിൽ വരുന്നതാണ് നമ്മളെ ഫ്രൂട്ട്സ് ക്യൂബിൽ. കുറേ ഫ്രൂട്ട്സ് ക്യൂബ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്പിൾ ഫ്രൂട്ട് ക്യൂബ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് അതേ ഒരു മെത്തേഡാണ്. അത് നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ, മൊത്തമായിട്ട് ഇതിൽ അപ്ലിക്കബിൾ അല്ല, എന്നാലും അതിൻ്റെ രീതികൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഈ ഫ്രൂട്ട്സ് ക്യൂബ് സോൾവ് ചെയ്യാം. പിന്നെ ഈ 3x3യിൽ തന്നെ വരുന്ന വേറൊരു മെത്തേഡാണ് ഇതിൻ്റെ ഷേപ്പ്. അതായത് ഇപ്പോൾ 3x3യിൽ നിങ്ങൾക്ക് ഒരേ ഒരു ഷേപ്പാണ് വരുന്നത്. പക്ഷേ ഇതിന് മിറർ ക്യൂബ് എന്നാണ് പറയുക. ഈ മിറർ ക്യൂബ് തന്നെ 2-3 മോഡലുകളുണ്ട്. നമ്മൾ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പലതരം മിറർ ക്യൂബുകളുണ്ട്. ഇതിൻ്റെ പീസുകളുടെ വലുപ്പം വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുമല്ല, കളേഴ്സൊക്കെ സെയിമും ആയിരിക്കും. ചില ഡിഫറെൻറ്റ് ടൈപ്പുള്ള കളേഴ്സ് ഓരോ ഭാഗത്ത്. ഇതേപോലെ സാധാരണ 3x3 ക്യൂബിനെ പോലെ പല കളറുള്ള 6 കളറുള്ള ക്യൂബുകളുണ്ട്. ഷേപ്പായിരിക്കും വ്യത്യാസം. അപ്പോൾ ഈ ഒരു മിറർ ക്യൂബിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോൾവിങ് മെത്തേഡ് 3x3ൻ്റെ അൽഗോരിതം, അതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസമാണ്. ആ ഷേപ്പ് വെച്ചിട്ടാണ് നമ്മളിത് കളർ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് പറ്റില്ല. അപ്പോൾ മൊത്തമായിട്ട് ഒരേ കളറാണ്, അപ്പോൾ നമുക്ക് ആ കളർ ഐഡൻറ്റിഫിക്കേഷൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഷേപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് ഇതാക്കണം. അപ്പോൾ നമ്മുടെ 3x3 ക്യൂബിനെക്കാളും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന, കുറച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ക്യൂബിൽ നമ്മൾ സോൾവ് ചെയ്യാൻ. എന്നാലും ബേസിക് എന്താണ്, 3x3 ക്യൂബിൻ്റെ സോൾവിങ് മെത്തേഡാണ്. ഇതിൻ്റെ തന്നെ കളർ സിൽവർ വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, പല കളേഴ്സും, നമുക്ക് ഡാർക്ക് കളേഴ്സ് പലതും വരുന്നുണ്ട് കേട്ടോ. ഒരേ കളറായിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ സെയിം തന്നെ സിൽവർ മോഡൽ നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത ഇതാണ്. സ്ക്രാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ലുക്ക് തന്നെ മാറിപ്പോകും, കണ്ട. അപ്പോൾ മിറർ ക്യൂബിൽ വേറൊരു മിറർ ക്യൂബ് ഉണ്ട് ഇതേ സീരീസിൽ തന്നെ, കളേർഡ് ആയിട്ടുള്ള, അതായത് ഷേപ്പൊക്കെ ഇത് തന്നെ, ഇത് കണ്ടോ, ഷേപ്പൊക്കെ മെത്തേഡ് സെയിം തന്നെ, പക്ഷേ ഇതിൽ കറക്റ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഈസിയാണ് സോൾവ് ചെയ്യാൻ ഈ കമ്പയർ ടു ദിസ്. അപ്പോൾ
ഈ ഒരു ടൈപ്പ് വളരെ ഈസിയാണ്. അപ്പോൾ ഇത് മൊത്തം ഈ ഒരു 3 എണ്ണം എൻ്റെ സ്റ്റോക്ക് കയ്യിലുള്ളത് ഈ 3 എണ്ണം നമ്മളെ ഈ മിറർ ക്യൂബ് സീരീസിലുള്ള ക്യൂബുകളാണ്. അതിനുശേഷം നമുക്ക് കലണ്ടർ ക്യൂബ് എന്ന് പറഞ്ഞൊരു ക്യൂബ് ഉണ്ട്. നമുക്ക് കലണ്ടറുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യൂബുകളാണ്. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് ദിവസം മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചാണ് സൺഡേ August 9. ഇതേപോലെ നമുക്ക് ഡെയിലി നമ്മളെ ടേബിളിൽ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാം. നമ്മൾ ഡെയിലി വ്യത്യസ്തമായ സോൾവിങ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിൽ 3x3 മുഴുവനായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് മീൻസ് നമുക്ക് ഓരോ പീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ നമ്മൾ ഈ 3x3 പഠിച്ച മെത്തേഡ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൂ. അപ്പോൾ ആ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഈ കലണ്ടർ ക്യൂബ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നൊരു 3 ക്യൂബുകളുണ്ട്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഫിഷർ ക്യൂബ് ഉണ്ട്, ഇത് വിൻമിൽ ക്യൂബ് ഉണ്ട്, ഇത് ആക്സിസ് ക്യൂബ് ഉണ്ട്. ഇത് 3 ഷേപ്പുകൾ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ നമ്മുടെ 3x3ൻ്റെ സെയിം ഇൻക്ലൂഡഡ് ആണ്. കുറച്ച് തല ഈ മിറർ ക്യൂബിനെക്കാളും കുറച്ചും കൂടി തല ഉപയോഗിക്കേണ്ടി വരും. ഇത് മാത്രമാണ് എൻ്റെ കയ്യിൽ ഈ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു ക്യൂബാണ്, ഫോട്ടോ വെച്ചിട്ട് ഉള്ളതാണ്. ഇത് സോൾവ് ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലണ്ടർ ക്യൂബ് ഇതിൻ്റെ സെയിം കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ഒരു ക്യൂബാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഷേപ്പ് വളരെ ഇതിൻ്റെ കോർണർ പീസുകൾ വലുതാണ്. ഗ്ലോബ് ക്യൂബ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. ഇതും സെയിം സിമ്പിളായിട്ട് 3x3 ആണ്. കൂടുതൽ ചിന്തിക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. 3x3 തന്നെയാണ്. സെയിം ഇക്വേഷനും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മളെ സിലിണ്ടറിക്കൽ ക്യൂബ് എന്ന് പറഞ്ഞ ക്യൂബ്, ഇതും നമ്മൾ മെത്തേഡ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും ക്യൂബുകളാണ് എൻ്റെ സ്റ്റോക്കിലുള്ള 3x3 ക്യൂബ്. നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്യൂബ്. അപ്പോൾ ഇനി വരുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ ഈ കാണുന്ന ക്യൂബുകളെല്ലാം ഒന്ന് സോൾവ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ചാനലിൽ ഒന്നും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇതേപോലത്തെ ക്യൂബുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യൂബുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.